ഇന്നൊരു വഴുതനങ്ങക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഒരു പാന് ചൂടായപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കടുക് 1/2 ടീസ്പൂൺ ഇട്ടതിന് ശേഷം അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും പൊട്ടി വന്നാൽ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം 8 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വലിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ച വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം 2 തക്കാളി ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞു വരാനായി ഇനി മൂടി വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി തുറന്ന് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞ് ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 5-6 ഈത്തപ്പഴം കുരു കളഞ്ഞ് ചൂടുവെള്ളത്തിലിട്ടത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം യോജിച്ച് വരാനായി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് ചപ്പാത്തിക്കും ചോറിനും പറ്റിയ നല്ലൊരു കറിയാണ്. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.